ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് കുണിയ കോളേജിൽ കെട്ടിടത്തിന് മുകളിൽ കയറി വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ഭീഷണി. BA അറബിക്ക് 3ാം വർഷ വിദ്യാർത്ഥി അഹമ്മദ് ഷംഷാദാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. രാവിലെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നോട്ടീസ് ഷംഷാദിന് ലഭിച്ചിരുന്നു. തുടർന്നാണ് വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിൽ കയറിയത്. കോളേജിലെ പുതിയ നിയമനങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് ഷംഷാദിനെ സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി KB ബൈജു ചേരുന്നു. ബൈജു, രാവിലെ വിദ്യാർത്ഥിയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, അതിന് പിന്നാലെ ആത്മഹത്യാ ഭീഷണി. ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഈ വിദ്യാർത്ഥിയെ ഷംഷാദിനെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമെ, ഇപ്പോൾ അനുനയിപ്പിച്ച് വിദ്യാർത്ഥിയെ താഴെ ഇറക്കിയിട്ടുണ്ട്. ഇത് കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഇവിടെ കുറെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചു. ഇതാണ് ഈ കുട്ടിക്കെതിരെ, അതായത് അഹമ്മദ് ഷംസാദ് എന്ന് പറയുന്ന BA അറബിക് 3ാം വർഷ വിദ്യാർത്ഥിക്കെതിരെ കോളേജിൽ നിന്നും കുറ്റം കണ്ടെത്തിയത്. അങ്ങനെ ഈ കുട്ടിയെ സസ്പെൻഡ് ചെയ്യുന്നു, വിദ്യാർത്ഥി സസ്പെൻഡ് ചെയ്യുന്നു. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥി 3 നില, അതായത് 4ാമത്തെ നിലയുടെ മുകളിൽ നിന്നും, കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യാ ഭീഷണി ഇത്തരത്തിൽ മുഴക്കിയത്. അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കരുത്, അതോടൊപ്പം ആർട്സിന്റെ അതുപോലെ തന്നെ സ്പോർട്സ്, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. ഇങ്ങനെ പുതിയ കുറെ നിയമങ്ങൾ ഈ കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊണ്ടുവന്നു. ഇതിനെതിരെയാണ് ഈ കുട്ടി വിദ്യാർത്ഥി സംഘടിപ്പിച്ചത്, കൂടുതൽ വിദ്യാർത്ഥികളെ സംഘടിച്ചതും അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ആ ഒരു കുറ്റത്തിന്റെ പേരിലാണ് അഹമ്മദ് ഷംസാദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കോളേജ് അധികൃതർ നോട്ടീസ് നൽകിയത്. ആ നോട്ടീസ് ലഭിച്ചത് തൊട്ടു പിന്നാലെയാണ് വിദ്യാർത്ഥി ഈ കെട്ടിടത്തിന് മുകളിൽ കയറി ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ബേക്കൽ പോലീസ് വിവരമറിഞ്ഞ സ്ഥലത്തെത്തി പിന്നീട് ഈ വിദ്യാർത്ഥിയെ അനുനയിപ്പിച്ച് ഇപ്പോൾ താഴെ ഇറക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ നടപടി ഉൾപ്പെടെ പിൻവലിക്കുമെന്നാണ് ഈ അധികൃതർ ഉറപ്പ് നൽകിയത്. അത്തരം ചർച്ചകളിലേക്ക് നടക്കും. അത് രക്ഷാകർത്താക്കളുടെ കൂടി യോഗം വിളിച്ചതിന് ശേഷം അത്തരം ചർച്ച നടത്തി ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ കോളേജ് അധികൃതർ വ്യക്തമാക്കിയത്. അതോടുകൂടിയാണ് വിദ്യാർത്ഥി താഴേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ വിദ്യാർത്ഥിയെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ കോളേജിലുള്ള പ്രതിഷേധം അത് ശക്തമായി തന്നെ വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അല്പസമയം മുമ്പാണ് വലിയ തോതിലുള്ള ഒരു ആശങ്കയുണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടായത്. ദേശീയ പാതയിൽ ചട്ടഞ്ചാലിനടുത്ത് കുണിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള ഈ വിദ്യാർത്ഥി ഷംഷാദിനാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകി സസ്പെൻഷൻ നടപടിയിലേക്ക് അധികൃതർ കടന്നതും അതിനെതിരെയുള്ള ഒരു വലിയ തോതിലുള്ള പ്രതിഷേധം നിലയിൽ ഒരു ആത്മഹത്യാ ഭീഷണിയുമായി ഈ കെട്ടിടത്തിന് മുകളിൽ കയറുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ വിദ്യാർത്ഥിയെ അനുനയിപ്പിച്ച് താഴെ ഇറക്കിയിട്ടുണ്ട്. അതായത് ആ കോളേജിലെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും, കോളേജിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ആ നിയമങ്ങൾ, പുതിയ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഷംഷാദിനെതിരെ മാത്രം നടപടി ഉണ്ടായത്, ബൈജു? ടോമെ, ഈ കോളേജ് അധികൃതർ പറയുന്നത് ഈ ഷംഷാദ് ഈ ഒരു നിയമം കൊണ്ടുവന്നതിനെതിരെ വലിയ തോതിൽ ഈ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നു, നേതൃത്വം നൽകിയെന്നാണ് ഈ ഷംഷാദിനെതിരെയുള്ള കുറ്റം. അങ്ങനെ ഒരു കുറ്റത്തിന്റെ മേലിലാണ് ഈ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. ഇന്ന് രാവിലെയാണ് ഈ വിദ്യാർത്ഥിക്ക് സസ്പെൻഷൻ നോട്ടീസ് നൽകിയത്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം മറ്റ് വിദ്യാർത്ഥികൾക്കും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, കോളേജുകളിലൊക്കെ ഇത്തരത്തിൽ ഒരു ആർട്സും അതുപോലെ തന്നെ സ്പോർട്സിന്റെ ഒക്കെ വലിയ തോതിൽ ആഘോഷപൂർവ്വം അല്ലെങ്കിൽ സന്തോഷപൂർവ്വം ഉണ്ടാവുന്നതാണ്. അത്തരം ഒരു പരിപാടികളൊന്നും പെട്ടെന്ന് വേണ്ട എന്ന് ഒരു കോളേജിൽ തീരുമാനിക്കുമ്പോൾ ഉണ്ടാവുന്ന വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നമ്മൾ ഈ കണ്ടത്. അതിൽ ഷംഷാദിന് മാത്രമാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറ്റ് കൂടുതൽ ആളുകൾക്ക് സസ്പെൻഷൻ നടപടിയില്ല. പക്ഷേ ഷംഷാദിന് ഇത്തരത്തിൽ ഇന്ന് രാവിലെ വരുമ്പോൾ നോട്ടീസ് നൽകുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ രക്ഷിതാക്കൾക്കൊപ്പം ആലോചിച്ചാണോ ഈ തീരുമാനം എടുത്തതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും അത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിന്, ഈ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഈ 4ാമത്തെ നിലയുടെ മുകളിൽ നിന്നാണ് ഈ വിദ്യാർത്ഥി ആത്മഹത്യ ഭീഷണി മുഴക്കിയത്. പോലീസ് എത്തി അനുനയിപ്പിച്ചു. വിദ്യാർത്ഥിയെ ഇപ്പോൾ താഴെ ഇറക്കിയിട്ടുണ്ട്. വ്യക്തമാണ്. KB ബൈജു ആണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.